സന്തോഷകരമായ ഒരു കുടുംബയാത്ര കണ്ണീർ കടലായി മാറിയതിന്റെ നടുക്കത്തിലാണ് ഒറ്റപ്പാലം പനമണ്ണ ഗ്രാമം. ബംഗളൂരു യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ പനമണ്ണ അമ്പലവട്ടം മണിയൻതോട്ടിൽ രവീന്ദ്രന്റെ മക്കളായ ദിവ്യ, ദീപക് എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മാതാപിതാക്കളും സഹോദരിയും ദിവ്യയുടെ ഭർത്താവും മക്കളും ഭർത്തൃമാതാവും ഉൾപ്പെടെ 7 പേർക്ക് പരിക്കുപറ്റി. ഇതിൽ ഭർത്തൃമാതാവ് സരോജിനിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശനിയാഴ്ച രാവിലെ വിനീതിന്റെ സുഹൃത്തിന്റെ കാറിൽ 9 അംഗ സംഘം പുറപ്പെട്ടപ്പോൾ അത് തങ്ങളുടെ അവസാന യാത്രയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ബംഗളൂരുവിലെ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിനിടെ കൃഷ്ണഗിരി കുറുപ്പറപ്പള്ളി മേൽപ്പാലത്തിന് സമീപം കാറിന്റെ ടയർ പഞ്ചറായതാണ് വിനയായത്. ടയർ മാറ്റി തിരികെ കാറിലേക്ക് കയറാൻ തുടങ്ങിയ ദിവ്യയെയും ദീപകിനെയും നിയന്ത്രണം വിട്ടുവന്ന കണ്ടെയ്നർ ലോറി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഈ ദുരന്തം ഒരു കുടുംബത്തിന്റെ താളം പൂർണ്ണമായും തെറ്റിച്ചിരിക്കുകയാണ്. മരിച്ച ദിവ്യയും പരിക്കേറ്റ രമ്യയും ഇരട്ട സഹോദരിമാരാണ്. കുട്ടിക്കാലം മുതൽ പഠനത്തിലും ജീവിതത്തിലും ഒരുമിച്ച് നടന്നവർ. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ ഇരുവരും ഒരേ ക്ലാസ്സിലായിരുന്നു. അവരുടെ ഏക അനുജനായിരുന്നു മരിച്ച ദീപക്. സഹോദരങ്ങളുടെ വിയോഗത്തോടെ രമ്യ ഇപ്പോൾ തീരാ ദുഃഖത്തിലായിരിക്കുകയാണ്. യാത്രകളോട് ഏറെ പ്രിയമുണ്ടായിരുന്ന ഈ കുടുംബം എപ്പോഴും ഒരുമിച്ചായിരുന്നു വിനോദയാത്രകൾ പോയിരുന്നത്. പട്ടാമ്പി ഓങ്ങല്ലൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുമെന്ന് കരുതിയാണ് വിനീതിന്റെ അമ്മ സരോജിനിയെയും ഇത്തവണ ഇവർ യാത്രയിൽ കൂടെ കൂട്ടിയത്. എന്നാൽ ആ കരുതൽ പോലും ഇപ്പോൾ വലിയൊരു വേദനയായി മാറിയിരിക്കുന്നു. ഞായറാഴ്ച രാത്രി 11ഓടെ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട ഇവർ രാവിലെ 7 മണിയോടെ വീട്ടിലെത്തുമെന്ന് ബന്ധുക്കൾക്ക് വാട്സപ്പ് സന്ദേശവും അയച്ചിരുന്നു. എന്നാൽ പുലർച്ചെ 2 മണിയോടെ വീട്ടിലെത്തിയത് മരണവാർത്തയായിരുന്നു. പരിക്കേറ്റ രവീന്ദ്രൻ, പാർവതി, വിനീത്, കുട്ടികളായ അഭിൻദേവ്, അഖിൽദേവ് എന്നിവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അപകടമുണ്ടാക്കിയ കണ്ടെയ്നർ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് ദിവ്യയുടെയും ദീപകിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാട്ടിലെത്തിക്കും. ഒരു കുടുംബത്തിന്റെ ചിരിയാണ് ദേശീയപാതയിലെ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ലോറി രൂപത്തിൽ വന്ന ആ മരണം കവർന്നെടുത്തത്. കുടുംബാംഗമായ വിനീതിന്റെ ഒരു സുഹൃത്തിന്റെ കാറിലാണ് ഇവരെല്ലാവരും പുറപ്പെട്ടത്. എന്നാൽ ആ ഒരു യാത്രയാണ് ഇപ്പോൾ തീരാ ദുരന്തമായി മാറിയിരിക്കുന്നത്. നിയന്ത്രണം തെറ്റിവന്ന വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരിച്ചിരുന്നു.